ബിറ്റ്കോയിൻ്റെ അടുത്ത പ്രൈസ് ആക്ഷൻ എന്തായിരിക്കും? ഞാൻ വിശ്വസിക്കുന്നു ബിറ്റ്കോയിൻ ഒരു ലെഗും കൂടെ താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. എപ്പോഴും ബിറ്റ്കോയിൻ ഒരു 3 to 5 ലെഗ് ക്യാരക്ടർ കാണിക്കാറുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ബിറ്റ്കോയിൻ മാത്രമല്ല, നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താലും അതെല്ലാം ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് കാണാൻ നോക്കും. ലെഗ് കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സ്റ്റോക്ക് ആയിക്കോട്ടെ, ഏത് തന്നെ ആയിക്കോട്ടെ, ഫോറക്സ് ആകാം, സ്റ്റോക്ക് ആണെങ്കിലും എല്ലാം ഒരു 3 to 5 ലെഗ് വീതമാണ് സഞ്ചരിക്കാറുള്ളത്. അതായത് ഒരു ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ലെഗ്, അതായത് പ്രൈസ് മേപ്പോട്ട് പോകുന്നു, എന്നിട്ടൊരു പുൾ ബാക്ക് വരുന്നു, റെസ്റ്റിങ്ങിലേക്ക് പോകുന്നു, അടുത്ത റൈഡ് പോകുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ദെൻ പുൾ ബാക്ക്, ദെൻ ഗോയിങ് ഫോർ ദ തേർഡ് ലെഗ്. അപ്പോൾ ആ തേർഡ് ലെഗിന് ശേഷം ഈ ലെഗിൻ്റെ ക്യാരക്ടറിന് ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 to 5. അപ്പോൾ 3 മുതൽ ഇതിന് ക്യാരക്ടറിന് ചേഞ്ച് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. എങ്ങനെയാണ് ക്യാരക്ടർ ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെഗ് താഴോട്ട് വളരെ കൂടുതലായിരിക്കും. പുൾ ബാക്ക് വളരെ കൂടുതലായിരിക്കും. ഈ പുൾ ബാക്ക് എന്ന് പറയുന്നത് ചെറിയൊരു പുൾ ബാക്കാണ്, ഇത് ചെറിയൊരു പുൾ ബാക്കാണ്. പക്ഷേ ഈ കാണുന്ന നിങ്ങളൊരു പുൾ ബാക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് കമ്പയർ ടു ദിസ് വൺ, അല്ലേ? അപ്പം ഈ ഒരു പുൾ ബാക്ക് ഇത്രയും വലുത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു ഡയറക്ഷൻ കണ്ടിരുന്നത് നമ്മൾ മേപ്പോട്ടാണ് പ്രൈസ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ലെഗ് വൈസിൽ. ഇനി താഴോട്ട് അത് ലെഗ് വൈസിൽ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത് മൂന്നാമത്തെ ലെഗ് മുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും 3 to 5 ആണ് എനിക്ക് നോക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ചിലപ്പോൾ നാലാമത്തെ ലെഗിൽ, ഇപ്പോൾ ചിലപ്പോൾ ഒരു 4ാമത്തെ ലെഗ് വരെ പോകാം, ചിലപ്പോൾ 5 ലെഗ് വരെ പോകാം. 5ാമത്തെ ലെഗിൽ, അതായത് അതിൻ്റെ ഈ ഒരു ലെഗ് ഫോർമേഷൻ്റെ പാറ്റേൺ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ചേഞ്ചസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അപ്പ് സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡൗൺ സൈഡ് പോകാനുള്ള ചാൻസസ് തുടങ്ങും. അപ്പം 3 നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ 4th പോവുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ലെഗിൽ നമ്മൾ വരുന്നില്ല. ഇനി 5ാമത്തെ ലെഗ് വീണ്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ ആ 5ാമത്തെ ലെഗിൽ ഒരു ഡയറക്ഷൻ ചേഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3ൽ ആണ് കൂടുതൽ ടൈമും നമ്മുടെ ഈ ലെഗിൻ്റെ പാറ്റേൺ ചേഞ്ച് ആകുന്നത്. ഇപ്പം 3ാമത്തേനും ചേഞ്ച് ആയില്ല, 4ാമത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി കൂടുകയാണ്. ഇനി 4ലും ചേഞ്ച് ആയില്ല, 5ാമത്തെ ലെഗ് അതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പ്രോബബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. എന്ത് പ്രോബബിലിറ്റി? അതായത് ആ പാറ്റേൺ ബ്രേക്ക് ആകുന്നതിൻ്റെ പ്രോബബിലിറ്റി ഹൈ ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും 3 ആണ് കൂടുതലും 60% അല്ലെങ്കിൽ 70% സമയത്തും 3 ലെഗ് വന്നതിന് ശേഷം പാറ്റേൺ ചേഞ്ചസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മിക്ക സമയങ്ങളിലും ബിറ്റ്കോയിൻ ഈ ഒരു പാറ്റേൺ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലെഗ്, ഇത് സെക്കൻഡ്, ഇനി തേർഡ് വരാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ടാണ് തേർഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടത്തെ ബിയർ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ നോക്കും. ഈ ഒരു കണ്ടില്ല, 1 2 3 ലാസ്റ്റ് ലെഗ് വന്നു കഴിഞ്ഞ് പിന്നെ സൈഡ് വേസിലേക്ക് പോയിട്ട് ചെറിയൊരു ഡിപ്പ് നമുക്കിവിടെ കാണാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് വലിയ ദൂരെയല്ല. ഇതാണ് ലാസ്റ്റത്തെ ലെഗ് വന്നത് 17,000. സൈഡ് വേസ് കൺസോൾട്ടേഷൻ പോയിട്ട് പിന്നെ ലാസ്റ്റ് ചെറിയൊരു ഡിപ്പും കൂടെ വന്നിട്ട് പോകുന്നു. വലിയ ഡിഫറൻസ് വരുന്നില്ല. 17ഉം 15 തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പം ഇത് നോക്കിയേ, ഇപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലെഗ് എന്ന് പറയുന്നത്, ഇപ്പം നിൽക്കുന്ന ലെഗ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാനൊക്കും. ഇത് സൈഡ് വേസിൽ പോയിട്ട് വീണ്ടും ഒരു ലെഗിലേക്ക് പോകുന്നു. ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഒരു ലെഗ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലെഗ്. ഇതാണ് നമ്മൾ കാണുന്നത് 1 2. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 1 2 3 പോകാൻ വേണ്ടി പോകുന്നു. ഇനി നമ്മുടെ ഇവിടെ 3 അടുത്ത ലെഗ് ഇവിടെ പോകാൻ വേണ്ടി പോവുകയാണ്. ഇനി എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഉദാഹരണം, ഇത് സൈഡ് വേസ് ഒത്തിരി സമയത്തേക്ക് സഞ്ചരിക്കുവാണെങ്കിൽ, വളരെ ദൂരം സഞ്ചരിക്കുവാണ്. അതുപോലെ തന്നെ 200 മൂവിങ് ആവറേജ് ഇതേപോലെ ടൈറ്റിലേക്ക് വന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എക്സെപ്ഷൻസ്, ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഈ ലെഗിൻ്റെ പാറ്റേൺ ചേഞ്ചസ് ആകാനുള്ള സാധ്യതകൾ ഈ സൈഡ് വേസിലേക്ക് കൂടുതൽ സമയം സഞ്ചരിക്കുമ്പോഴാണ്. അതൊരു പാറ്റേൺ. അപ്പോൾ എക്സെപ്ഷനിലേക്ക് നമ്മളിന്ന് പോകുന്നില്ല. എക്സെപ്ഷൻസ് പാറ്റേൺ കാണുമ്പം ഞാൻ അത് വീഡിയോ ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, മന്ത്ലി ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ നോക്കും. ഞാൻ പറഞ്ഞു മന്ത്ലി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് മാർച്ച് മാസം കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി ക്യാൻഡലിനേക്കാൾ എബോ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ എക്സെപ്ഷൻ. പക്ഷേ നമ്മളിത് കാണുന്നില്ല, കാരണം ഇനി ഒരു 12 ദിവസം കൂടെ ഉണ്ട് പൂർത്തിയാകാൻ. എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന 3 ലെഗിനെ കൂടുതൽ ശക്തി പകരുന്ന, കൂടുതൽ ഇമ്പോർട്ടൻസ് പകരുന്ന വേറൊരു ചാർട്ടും കൂടെ ഉണ്ട്. ഒരു ഓൺ ചെയിൻ ഡേറ്റ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ, ഈ ഒരു ചാർട്ടിനെ വിളിക്കുന്ന പേരാണ് MVRVC സ്കോർ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും. ഇവിടെ ഈ കറുത്ത ലൈൻ കാണിച്ചേക്കുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസിനെയാണ്. ഓക്കെ, ഈ ബ്ലൂ ലൈനെ
കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ നോക്കും. ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് റിയലൈസ്ഡ് ഗ്യാപ്പാണ്. ഇതിൻ്റെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല, എന്നാലും കുറച്ച് ഔട്ട്ലൈൻ എന്താണ് ഇതിനെക്കുറിച്ച് എന്താണെന്നൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാം. ഈ റിയലൈസ്ഡ് ഗ്യാപ്പ്, ഈ ബ്ലൂ ലൈൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ബിറ്റ് കോയിൻ മൂവ് ചെയ്ത പ്രൈസ്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ബിറ്റ് കോയിൻ മേടിക്കുന്നത് 50,000-ലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലാസ്റ്റ് പർച്ചേസ് ബിറ്റ് കോയിൻ മേടിച്ചിരിക്കുന്ന 50,000 US$. അതാണ് ഞാൻ ആ ഒരു ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ചെയ്തേക്കുന്ന ലാസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് 50,000-ലാണ്. അതിനുശേഷം മൂവ് ചെയ്തിട്ടില്ല, എൻ്റെ വാലറ്റിനകത്തുണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ $1,000 മേടിച്ചേക്കുന്ന ആളുകളുണ്ടായിരിക്കും ബിറ്റ് കോയിൻ. $1,000 ഒരു ബിറ്റ് കോയിൻ്റെ വില $1,000 ആയിരുന്ന സമയത്ത്, $1,000 സമയത്ത് മേടിച്ച ആളുകളുണ്ടായിരിക്കും, ഇതുവരെ സെല് ചെയ്തിട്ടില്ല. പിന്നെ ചില ആളുകൾ $1,000 സമയത്ത് മേടിച്ചിട്ട് കീ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അല്ലെങ്കിൽ 1 മില്യൺ കോയിൻ അല്ലെങ്കിൽ 50,000 കോയിനൊക്കെ മേടിച്ചിട്ട് കീ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ച് പിന്നീട് അനങ്ങത്തില്ല. അപ്പോൾ ഈ ബ്ലൂ ലൈൻ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ ലാസ്റ്റ് ചേഞ്ച് ചെയ്ത പ്രൈസ്, ബിറ്റ് കോയിൻ ചേഞ്ച് ചെയ്ത പ്രൈസ്, അതിൻ്റെ ആവറേജ് എടുക്കും. ആവറേജ് ഡിവൈഡ് ബൈ ടോട്ടൽ 21 മില്യൺ ബിറ്റ് കോയിൻ. അപ്പോൾ ഈ കറുത്തതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് ഇൻറ്റു 21 മില്യൺ, അല്ലെങ്കിൽ എന്തുമാത്രം മൈനിങ് ചെയ്ത് പുറത്തുണ്ടോ അത് ഗുണിക്കുന്നതാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാം. റിയലൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്ത ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആവറേജ് എടുത്തിട്ട് ആ ഒരു ലൈനാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ബിറ്റ് കോയിൻ്റെ പ്രൈസും ഈ ബ്ലൂ ലൈനും തമ്മിലുള്ള അകലം, ഈ കാണിച്ചേക്കുന്ന അകലം കൂടുന്തോറും, ഇപ്പോൾ ഞാൻ പറഞ്ഞു 50,000 ഒരു 30,000-ൽ മേടിച്ചേക്കുന്ന ഒരാൾ, ഇവിടെ ഇപ്പോൾ ഉദാഹരണം ഇവിടെ എടുക്കാം, ഇവിടെ 30,000-ൽ ഒരാൾ മേടിച്ചേക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ്റെ പ്രൈസ് 127 ഇവിടെ. അപ്പം ഇത് ഹ്യൂജ് ഡിഫറൻസ് വന്നേക്കുന്നുണ്ട് ഈ ബ്ലൂ ലൈനും ബ്ലാക്ക് ലൈനും തമ്മിൽ. അതിനർത്ഥം അദ്ദേഹത്തിന് ഹ്യൂജ് പ്രോഫിറ്റാണ് കയ്യിലുള്ളതെന്നാണ് അർത്ഥം. അതല്ല, ഈ ബ്ലൂ ലൈൻ്റെ തൊട്ടടുത്ത്, ഇപ്പോൾ ഇതിവിടെ കാണാം, ബ്ലൂ ലൈൻ്റെ തൊട്ടടുത്താണ് ഈ മാർക്കറ്റ് പ്രൈസ്. അല്ലെങ്കിൽ ഭൂരിഭാഗം ആളും മേടിച്ചേക്കുന്ന ആവറേജ് പ്രൈസിൽ നിന്ന് വലിയ ദൂരമില്ല, അതായത് അധികം പ്രോഫിറ്റ് ആളുകൾക്കില്ല. ഈ ബ്ലൂ ലൈൻ്റെ താഴോട്ട് ബ്ലാക്ക് ലൈൻ പോകുമ്പോൾ ഭൂരിഭാഗം ആളുകളും നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ ലൈനും ഈ കറുത്ത ലൈനും തമ്മിൽ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ഇവിടെ MB സ്കോർ കൂടി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും, ഈ ഒരു പോയിൻ്റ്, ഈ റെഡ് സോണിലേക്ക് ഈ കാണുന്ന സി സ്കോർ എന്ന് പറയും. ഈ ഓറഞ്ച് ലൈനെയാണ് സി സ്കോർ എന്ന് വിളിക്കുന്നത്. ഈ സി സ്കോർ എങ്ങനെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഈ പ്രൈസും റിയലൈസ്ഡ് ക്യാപ്പും തമ്മിലുള്ള, മാർക്കറ്റ് ക്യാപ്പും റിയലൈസ്ഡ് ക്യാപ്പും തമ്മിലുള്ള ഡിഫറൻസ് കൂടുന്തോറും സി സ്കോർ കൂടിക്കൊണ്ടേയിരിക്കും മേപ്പോട്ട്. അപ്പോൾ ഈ മേപ്പോട്ട് കൂടിയിട്ട് ഈ സി സ്കോർ റെഡിലേക്ക് സോണിലേക്ക് വരുവാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോസ്റ്റ്, റിയലൈസ്ഡ് കോസ്റ്റും മാർക്കറ്റ് ക്യാപ്പിൻ്റെ കോസ്റ്റും തമ്മിൽ ഹ്യൂജ് അന്തരമുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും കയ്യിൽ പ്രോഫിറ്റ് ഹ്യൂജാണ്. ആളുകളുടെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹ്യൂജ് പ്രോഫിറ്റിൽ നിൽക്കുവാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പ്രോഫിറ്റ് എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഭൂരിഭാഗം ആളുകളും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതേസമയം ഈ സി സ്കോർ ഗ്രീനിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ആളുകളും നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സി സ്കോർ ഗ്രീൻ വരുന്ന സമയത്ത് ബിറ്റ് കോയിൻ ഏറ്റവും ചീപ്പസ്റ്റ് സമയത്തായിരിക്കും നിൽക്കുന്നത്. ഗ്രീൻ വരുന്ന സമയത്ത്, സി സ്കോർ ഗ്രീൻ വരുന്ന സമയത്ത് ഏറ്റവും ചീപ്പസ്റ്റ് ടൈമിലായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും, ചീപ്പസ്റ്റ് വേ, മനസ്സിലായോ? ചീപ്പസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 1 more leg എന്ന് പറയാനുള്ള കാര്യം, ഒരു റീസൺ എന്ത് പറഞ്ഞത്, ഈ ചാർട്ട് ബേസ് ചെയ്തിട്ടല്ല, ഞാൻ ട്രേഡിങ്ങിൻ്റെ പാറ്റേൺ ചെയ്തിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. പക്ഷേ ഇവിടെ അതൊന്നും കൂടെ ഉറപ്പ് നൽകുന്നതായിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഫസ്റ്റ് ലെഗ്, സെക്കൻഡ് ലെഗ്, തേർഡ് ലെഗ് പോകുന്നത് ഈ ഗ്രീൻ സോണിലേക്കായിരിക്കും. അത് പോയേക്കാം, ചിലപ്പം പോകത്തില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ലെഗ്. അപ്പോൾ ആ ഒരു ഗ്രീൻ സോണിൽ വരുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട്, ദ ബെസ്റ്റ് ടൈം ടു ബൈ. നിങ്ങൾ ആരെങ്കിലും ബിറ്റ് കോയിൻ ഇതുവരെ മേടിച്ചിട്ടില്ലെങ്കിൽ ഗ്രീൻ സോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം. ഓക്കെ, അപ്പം അതിനുശേഷം എന്ത് സംഭവിക്കും? ബിറ്റ് കോയിൻ വിൽ റിക്കവർ, ഓൾവേസ് റിക്കവർ. സോ അതുകൊണ്ടാണ് ഒരു ലെഗും കൂടെ ഞാൻ ബിലീവ് ചെയ്യുന്നത്, ഇറ്റ് ക്യാൻ ബി 1 more leg ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ 1 more ലെഗും കൂടെ കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ എല്ലാ സൈക്കിളിലും സി സ്കോർ ഈ റെഡ് സോണിലെത്തിയിരുന്നു, ഓവർ വാല്യൂയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ വട്ടം എത്തിയിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീനിലും എത്തണമെന്നില്ല, സൈഡ് വേസ് പോയിട്ട് തിരിച്ച് കയറി വരാം. വി ഡോണ്ട് നോ എനിത്തിങ്. പക്ഷേ പ്രോബിലിറ്റി വെച്ച് നോക്കുമ്പോൾ വി മേ സീ 1 more leg. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ക്യാൻ സീ 1 more leg ഗൈസ്. സോ ഈ ഗ്രീനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സീസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, യൂട്ടിലൈസ് ഇറ്റ്. ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പിന്നീട് ബിറ്റ് കോയിൻ വന്നിട്ടില്ല. If it comes to green, it will never come back again in our lifetime. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ച് പിന്നീട് വന്നിട്ടില്ല. നമുക്ക് വന്നിട്ടില്ല. that is 15K something. I don't know this one. I think it's 3K something. It will never come.
these price ranges. Okay, so take care. Bye bye.